हेलो हेलो पुश करो दीदी, ट्राई करो लुक फॉर द डायलेशन कोई बात नहीं दीदी, ट्राई करो। तू फिकर मत करना दीदी, पुश कोई बात प्लीज नहीं। यू हैव टू देखना पुश कैसे है वो। दीदी आराम से हेलो हेलो आवाज सुनाई नहीं दे रहा है, टेंशन मत करो। हेलो सब ठीक होगा। हेलो परेशान मत होना। हेलो सब ठीक होगा। ബംഗാളി നിൽക്കണുണ്ടോ? ബംഗാളിയെ കണ്ടോ? എന്താ ഞാൻ നിന്നോട്ട് പഴയ പ്ലാൻ പറഞ്ഞു അറിയില്ല പറഞ്ഞു. നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടിപ്പോയി ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും. നീ അപ്പം അതിന്റെ വീഡിയോ എടുത്തോണം ഞാൻ എന്നിട്ട് പുഴയിലെറിയ പോലെ കാണിക്കും. പക്ഷെ അറിയില്ല. എടാ ഇപ്പോഴാണ് അഞ്ഞൊരു വിവരമുള്ള ഐഡിയ പറഞ്ഞു. എന്നിട്ട് ഈ സാധനം ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേപോലെ റീച്ചാവും. സെറ്റല്ലേ ഐഡിയ? വേണ്ട പൈസക്കല്ലേ പിന്നെ വെറുതെ തരാൻ പറ്റോ? നീ ചായ പറഞ്ഞ ചോദ്യം കേട്ടായിരിക്കും ഹോം ഫ്രീ ആയിട്ട് തരാന്ന്. ഇത് അടിക്കൊന്നുമില്ല എനിക്കാണത്. ट्राई कर दीदी, कोई बात नहीं दीदी, ट्राई करना। कोई बात नहीं दीदी। പ്രാങ്ക് വീഡിയോ എടുത്താ ചേട്ടാ. ഫോൺ വെള്ളത്ത് പോയോ? രണ്ടും കൂടെ രണ്ടര ചേച്ചിടാ എന്തിനാണോ ഫോൺ വെള്ളത്തിലിട്ടേ? അവന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വെള്ളത്തിൽ പോയാ ഈ 4 രൂപ നിങ്ങള് അറിയാതെ പറ്റിപ്പോയ കയ്യബദ്ധം. അതിന് ഇത്ര ഒന്നും വേണ്ടിയിരുന്നില്ല. എന്താക്കടാ ഇതിനുള്ള ഒരു പണി മെമ്പറിന് നാട്ടുകാർക്കും ജോർജ് സുനീഷ് അതാരാ മരുന്നേ? अरे ആ മരുന്ന് ആരാടോ? അതാരാ മരുന്നേ? വിലാസിനി വിലാസിനിയോ? ഇമ്പള വിലാസിനിയാന്നേ. ആര്? വിലാസിനി ഇമ്പളെ വിലാസിനിയോ? ജനവാതില് പോലെയുള്ള ചുരിദാറിനു പിന്നിലെ കട്ട് അതു കണ്ടു നിന്നു ഞാൻ ഞെട്ടി. ഇടിമിന്നലൊന്നു വെട്ടി. ജനവാതില് പോലെയുള്ള ചുരിദാറിനു പിന്നിലെ കട്ട് അത് കണ്ടു നിന്നു ഞാൻ ഞെട്ടി. ഇടിമിന്നലൊന്നു വെട്ടി. വിലാസിനി 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 അയ്യോ പൊന്നെ പല നാട് വന്നൊരു ഭൂതിയാണ്. എന്താണെന്നു പലരുള്ളിൽ നീ ഒരു ദേവിയാണ്. ജനവാതില് പോലെയുള്ള ചുരിദാറിനു പിന്നിലെ കട്ട് അതു കണ്ടു നിന്നു ഞാൻ ഞെട്ടി. ഇടിമിന്നലൊന്നു വെട്ടി. ജനവാതില് പോലെയുള്ള ചുരിദാറിനു പിന്നിലെ കട്ട് അത് കണ്ടു നിന്നു ഞാൻ ഞെട്ടി. ഇടിമിന്നലൊന്നു വെട്ടി. വിലാസിനി 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 വിലാസിനി.
ഡോറ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കക്കൂസിലേക്ക്. ഡോറ് തുറക്കു ഡോറ. ഡോറ നമ്മൾ കക്കൂസിലെത്തി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കക്കൂസിലേക്ക്. കക്കൂസ്, വെള്ളം. എന്തത്? ഷട്ടി താഴെ വീണോ? അയ്യോ, ഒരാഴ്ച അലക്കാണ്ട് ഇടാനുള്ള നിലത്ത് വീണ് ചളിയേറ്റാവോ? ഒളിയൊന്നുമില്ലല്ലോ. ഇതെവിടെ പോയി? വവ്വാലേറ്റം കുത്തിക്കൊണ്ടോയോ? ഈ വവ്വാലിനൊക്കെ എന്തിനാ എന്റെ ഷട്ടി? ഞാൻ നമ്പൂരിനെ കളി കളിക്കാണ്ട് ഇതൊക്കെ ഒരു ചായ. അങ്ങ് എടുത്തൂട്. What a rainy day. ഒരു സിഗരറ്റ്. അവിടുത്തെ ഇങ്ങോട്ടും കേട്ടോ. ഇവിടെ ഇരി. മെമ്പറെ നിക്കി. മെമ്പറെ എന്താ പ്രശ്നം? മെമ്പറെ ശരിയാക്കി തടാ. കളിച്ച് ഇന്നോടോ കളി. ഇന്ന് എന്റെ കാര്യത്തിൽ ഞാൻ തീരുമാനമാക്കി തരടാ. ഒന്നെങ്കിൽ ഈ അല്ലെങ്കിൽ സുനീഷ് ഇറങ്ങി വാടാ. സുനീഷ് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എന്താ പ്രശ്നം? നമുക്ക് അറിയില്ലേ? എന്താ പ്രശ്നം? എന്താ നമുക്ക് അറിയില്ലേ? ഇവിടെ മാറിക്കുന്നല്ലേ? എന്ത് എനിക്കറിയില്ല. മാഫിയ എനിക്കറിയില്ല. ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. കളിച്ച് നിങ്ങള് മെമ്പറെ നെഞ്ഞത്തോടെ കളിക്കണേ. എന്താ പ്രശ്നം? എന്താ നിങ്ങള് ചെയ്തത്? എന്താ പറയുന്നത്? എന്താ എന്താ പ്രശ്നം പ്രശ്നം? നമുക്കറിയില്ലേ? നീ എന്തിനാ പ്രശ്നം പറയുന്നത്? എടാ, എന്റെ ഷട്ടി എവിടെടാ? നിന്റെ ഷട്ടി എവിടെ? നിന്റെ ചട്ടിയോട് പോടാ. കാണില്ല. നിങ്ങളൊക്കെ എനിക്കൊരു പണി തരുന്ന് പറഞ്ഞപ്പോ ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കൊണ്ടുവരാ ഷട്ടി. ഞാൻ ഇന്നലെ രാത്രി ആറിട്ടെന്റെ പുതിയ ഷട്ടി, പുതിയ ഷട്ടി, ചോട്ടാ ഭീമിന്റെ ഷട്ടി, എന്റെ അച്ഛൻ വാങ്ങി തന്ന പഴയ ഷട്ടി, ഇതൊന്നും കാണില്ല. കൊണ്ടുവരാ. ഷട്ടി അങ്ങക്ക് എന്തിനാ? അതിനാണ് എനിക്ക് അറിയണ്ടേ. ഇന്റെ ഷട്ടി ഇട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങൾക്ക് ആവശ്യത്തിന് ഷട്ടി ഇവിടെ ഇല്ലേ? ഇന്റെ ഷട്ടി കാണാൻ ചെന്ന് അന്റതും പോയോ? എടാ, ഇവന്റെ ഷട്ടിയും പോയി. എന്തിനാണ് നാട്ടുകാരെ ഷട്ടി ഇങ്ങനെ കട്ടി ജീവിക്കാൻ നിക്കണങ്ങള്? സുനീഷ് ഞങ്ങൾ കട്ടിട്ടോ ഷട്ടി. പിന്നെ എന്റെ ഷട്ടി അവിടെ നീ എങ്ങാനും കൊണ്ടാടാ. അങ്ങക്ക് ഇവിടെ രണ്ട് നല്ല ഭാര്യമാരില്ലേ? ഈ നാട്ടുകാർ മൊത്തല്ലേ? പിന്നെ എന്തിനാണ് അങ്ങക്ക് എന്റെ ഷട്ടി? എനക്ക് എന്തിന്റെ ഭ്രാന്താണോ? ഞങ്ങൾ ഒരാളെ ഷട്ടി എടുത്തില്ല. ഞങ്ങൾ ഷട്ടി കണ്ടില്ല, ഒരു ഉളക്കം കണ്ടില്ല. എന്റെ മക്കളൊക്കെ എനിക്ക് ഇഷ്ടമല്ല എന്റെ ഷട്ടിയെ കാണാതെ പോയത്. മര്യാദക്ക് തന്നോണ്ടി. തന്നോ? ഇല്ലെങ്കില് മൂർഖം പാമ്പിന്റെ ഷട്ടി ഞങ്ങൾ അടിച്ചു മാറ്റിയത് അത് മറന്നോണ്ടോ? എല്ലായിടത്തും ഞാൻ പണി തരൂ. ഷട്ടിയിലാണ് നടക്കേണ്ടി വരില്ലേനോ? ഈ ഗ്രാമത്തിന്റെ മൊത്തമായിട്ടുള്ള നിഗമനം ഇത് അടിച്ചോണ്ട് പോയത് ഇതിന്റെ ഉപയോഗം എന്തെന്ന് പോലും അറിയാത്ത സുനീഷും ജോർജും എന്നാണ്. അവരല്ലാന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും ഈ നാട്ടിലുണ്ട്. ഇതിനുശേഷം ഒരുമാതിരി കൊറോണ വന്ന അവസ്ഥ, അല്ലെങ്കിൽ ഹർത്താൽ പോലുള്ള ഒരവസ്ഥ. ആരും പുറത്തിറങ്ങാതായി. പാവങ്ങളടി. എടി, ഇവരുടെ രണ്ടുപേരുടെ ഷഡ് മാത്രമല്ലടി, കുണ്ടന്നൂരിലെ എല്ലാവരുടെ ഷഡ് കാണാനില്ലടി. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഷഡ്ഡി ഇതിന് മാത്രം വലിയ പ്രശ്നമാണോ എന്ന്. സത്യത്തിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഒരു ചായ, ഒരു സിഗരറ്റ്.
ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാലോ. ഇവനേതാ? ഇവൻ ഇവിടെ വരുന്ന അല്ല എൻ്റെ പ്രശ്നം. ഇവൻ വരുമ്പോൾ ഈ പച്ചക്കറി പിടിയിലെ ചേച്ചി ഇവിടെ പോകുന്നതാണ് എൻ്റെ പ്രശ്നം. ചോരി ഈ കോവിഡുമായി നമ്മൾ പൊരുത്തപ്പെട്ടതുപോലെ ഈ ഷഡ്ഡി പ്രശ്നത്തിലും കുണ്ടന്നൂർ ഗ്രാമം പൊരുത്തപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥ പ്രശ്നങ്ങളുടെ ആരംഭം. രാജേട്ടാ, നോക്കടി, നല്ലൊരു മോനാ, നല്ല മോനാ. അമ്മേ ഇപ്പൊ വരാവേ. എന്താ എന്താ? എന്റെ മോൻ നല്ല മോനാ, പഠിക്കാനൊക്കെ നല്ല മോനാ. നല്ലൊരു പണി കിട്ടും. എന്റെ മോൻ നല്ലതാ, നല്ലതേ അവന് വരൂ. സന്തോഷായ? അയ്യോ, എന്റെ മോൻ ഓടി ഞാൻ പറഞ്ഞില്ലേ ഷഡ്ഡി ഒരു പ്രശ്നമാണെന്ന്. പ്രശ്നങ്ങൾ തുടങ്ങി. ഒരു ബാഗ് പേസ്റ്റ് മേശം വരാക്കിട്ട് ആവിലെ പോയതല്ലേ, എന്നിട്ട് മടങ്ങി വന്ന ഈ കോലത്തിലല്ലേ. പോയില്ലേ, ഈ ഷഡ്ഡി ഇല്ലാതെ തെങ്ങുമ്മേ കയറില്ല എന്ന വേലായുധന്റെ ദൃഢപ്രതിജ്ഞ കാരണം തേങ്ങ വീണ ആൾക്കാർ മരിക്കാൻ തുടങ്ങി. ദാസേട്ടാ, ഇത് പാക പ്രശ്നമാട്ടാ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോണ ലക്ഷണം കാണുന്നത്. ഇത്രയധികം കടകൾ തുറന്നിട്ട് ഒരു മനുഷ്യനില്ല, ഒരു ഉറുപ്പ്യക്ക് കച്ചവടം നടന്നിട്ടില്ല. ഇതപ്പം ഇന്നലെ നമ്മുടെ ചേച്ചീൻ്റെ ഷഡ്ഡിയും കാണുപോയി. ആ, നിങ്ങൾ സൂക്ഷിച്ചോട്ടാ, നാളെ നിങ്ങളെ വീട്ടിലേക്കും പോകും. പറഞ്ഞില്ല എന്ന് വേണ്ട. എല്ലാവരുടെ വീട്ടിലെ ഷെഡ്ഡി മോഷണം പോകും, പക്ഷെ ദാസേന്റെ വീട്ടിലെ ഷെഡ്ഡി എടുക്കാൻ മാത്രം ആരും ആയിട്ടില്ല.